വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ ബന്ദിന്റെ പ്രതീതി സൃഷ്ടിച്ചു. പൊതുജനം പൊതുവിൽ പുറത്തിറങ്ങിയില്ലെങ്കിലും അത്യാവശ്യം വാഹനങ്ങൾ റോഡുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഹോട്ടലുകളും കടകളും ധനകാര്യ സ്ഥാപനങ്ങളും മറ്റും അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. KSRTC സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഓടാതിരുന്നത് അത്യാവശ്യ യാത്രക്കാരെ വലച്ചു. കാര്യമായ അനിഷ്ട സംഭവം എവിടെയും ഉണ്ടായിട്ടില്ല. വാഹനം തടയുന്നതും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിൽ നാമമാത്രമായ ഹാജരാണുണ്ടായത്. ദൂരദിക്കുകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിനിലും മറ്റുമായി അർദ്ധരാത്രി എത്തിയ യാത്രക്കാർ ശരിക്കും വഴിയിൽ കുടുങ്ങി. പാലക്കാട് മാലത്തൂരും സിവിൽ സ്റ്റേഷനുകളിൽ ഹാജർ നില തീർത്തും കുറവായിരുന്നു. ആശുപത്രികളിലേക്ക് ഓട്ടോറിക്ഷകളിൽ രോഗികളും ബന്ധുക്കളും നാമമാത്രമായി എത്തി. സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി. ആലത്തൂർ ദേശീയപാതയിൽ അപൂർവം ചരക്കുവാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളും ഓടി. പണിമുടക്ക് പ്രഖ്യാപിച്ച സംഘടനകൾ റോഡുകളിൽ രാവിലെ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇടത് ട്രേഡ് യൂണിയനുകളാണ് രാവിലെ കൊടികളുമേന്തിയും കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കിയും പ്രകടനം നടത്തിയത്. UDF ട്രേഡ് യൂണിയനുകളും പ്രകടനം പൊതുയോഗവും നടത്തി. അപൂർവം തൊഴിലാളികൾ നിർമ്മാണ തൊഴിലിലും മറ്റും ഏർപ്പെട്ടു. ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പിന്നിട്ട ബുധനാഴ്ച രാത്രിയാണ് സമാപനം. അതേസമയം ചിലയിടങ്ങളിൽ തുറന്ന കടകളും ധനകാര്യ സ്ഥാപനങ്ങളും സമരക്കാർ അടപ്പിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് പണിമുടക്ക് അനുകൂലികളാണ് സ്ഥാപനങ്ങൾ അടപ്പിച്ചത്. പ്രകടനത്തിനിടെയായിരുന്നു പണിമുടക്ക് അനുകൂലികൾ അടപ്പിക്കാനായി എത്തിയത്. കർഷക തൊഴിലാളികളും അപൂർവമായി പാടത്തിറങ്ങി. UTV ന്യൂസ്, പാലക്കാട്.